ഹായ് ഗൈസ്, അയച്ചോടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എനിക്കൊരു അലിഎക്സ്പ്രസ്സിൽ നിന്നൊരു സാധനം കിട്ടിയായിരുന്നു. അപ്പം അതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. ഇതാണ് നമ്മുടെ ഐറ്റം. നമുക്ക് പരിപാടിയിലേക്ക് കിടക്കാം. ഗൈസ്, പരിപാടിയിലേക്ക് കിടക്കണമെങ്കിൽ പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്തിട്ട് അത് ഓളിൽ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടു, ഇതാണ് അലിഎക്സ്പ്രസ്സിൽ നിന്ന് വന്ന പാക്കേജ്. ഇത് 2 വീഡിയോ ക്യാപ്ചർ കാർഡുകളാണ്, നമ്മുടെ കമ്പ്യൂട്ടറിലൊക്കെ വരുന്ന ക്യാപ്ചർ കാർഡുകളാണ്. അപ്പം നമുക്കിത് കമ്പ്യൂട്ടറിലേക്ക് ഫിക്സ് ചെയ്യാം. അപ്പോൾ ഇത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കാർഡിന് ഇത്രയും നീളവും കാര്യങ്ങളൊക്കെ ഉണ്ട്, കണ്ടോ, ഇത്രയും വീതിയുണ്ട്. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ മദർ ബോർഡിന് അത്രയും ഗ്യാപ്പില്ലാത്തത് കൊണ്ട് ഇത് നമുക്ക് അടുപ്പിച്ച് വെക്കാൻ പറ്റില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതിൻ്റെ അകത്തൊരു എക്സ്റ്റൻഷൻ കോഡ് മേടിച്ചത്. അപ്പം എക്സ്റ്റൻഷൻ കോഡ് നമുക്ക് വെച്ചിട്ട് നമ്മുടെ ഇപ്പോഴത്തെ എൻ്റെ എഡിറ്റിംഗ് ഡെസ്ക്ടോപ്പിൽ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. അപ്പോൾ ഗൈസ്, ഇങ്ങനെയുള്ളൊരു വീഡിയോ ചെയ്യാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനത്തെ കുറേ വയറും കാര്യങ്ങളൊക്കെ ഞാൻ അലിഎക്സ്പ്രസ്സിൽ കണ്ടിട്ടുണ്ട്. ഇതൊരു എക്സ്റ്റൻഡഡ് വയറാണ്. ഈ സാധനം വർക്ക് ചെയ്യുമോ എന്നുള്ളത് ഞാൻ നെറ്റിൽ നോക്കിയിട്ടും എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് റിസൾട്ടുകളൊന്നും കിട്ടിയില്ല. വർക്ക് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ ഇതെന്തായാലും അഴിച്ചുപണിയുടെ ഒരു എക്സ്പെരിമെൻ്റ് ആയിട്ട് തന്നെ കണക്കാക്കിയാൽ മതി. അപ്പോൾ നമുക്കെന്തായാലും അൺബോക്സിങ്ങിലേക്ക് കിടക്കാം. ഇതിപ്പോൾ പ്രത്യേകിച്ച് അൺബോക്സ് ചെയ്യാനൊന്നുമില്ല, ജസ്റ്റ് കവർന്ന് കീറിയാൽ മതി. അപ്പോൾ നമ്മുടെ കേബിളാണിത്. നല്ല ക്വാളിറ്റിയൊക്കെ ഉള്ളതായിട്ട് തോന്നുന്നുണ്ട് കണ്ടിട്ട്. PCBയുടെ പ്രിൻറ്റിങ് ആണെന്നുണ്ടെങ്കിലും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. നമ്മളിപ്പോൾ കൊടുക്കാൻ പോകുന്നത് ഈ പെർട്ടിക്കുലർ HD60 Pro എന്ന് പറഞ്ഞ കാർഡാണ് നമ്മളിതിൽ കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ജസ്റ്റ് പ്ലഗ് ഇൻ ചെയ്തിട്ട് വെച്ചാൽ മതി. മറ്റേറ്റം നമ്മുടെ CPU-ൽ വെച്ചാൽ മതി. ഇപ്പോൾ നമുക്ക് CPU എടുത്തിട്ട് നമുക്കിത് ഫിറ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഗൈസ്, നമുക്ക് നമ്മുടെ CPU എടുത്ത് പൊക്കത്ത് വയ്ക്കാം. ഇതാണ് നമ്മുടെ CPU. പൊടിയൊക്കെ പിടിച്ചിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ CPU. ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം, ഇത് കണ്ടോ, ഇതിൻ്റെ നിറച്ച് പൊടിയാണല്ലോ. ഇതാണ് PCIe 2 എന്ന് പറഞ്ഞ സ്ലോട്ട്. കാണാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. വളരെ PCIe സ്ലോട്ട് എന്ന് പറയുന്നത് ഇതാണ്. ഇപ്പം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇത് ഗ്രാഫിക്സ് കാർഡാണ്. അപ്പോൾ ഈ ഗ്രാഫിക്സ് കാർഡിൻ്റെ നേരെ താഴത്തെ 2 സ്ലോട്ട് ഉണ്ട്. അപ്പോൾ ഇത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഈ എക്സ്റ്റൻഡർ കോഡ് മേടിക്കാം എന്ന് വിചാരിച്ചത്. അപ്പോൾ നമ്മൾ എക്സ്റ്റൻഡർ കോഡ് മേടിച്ചത് അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്കിതൊന്ന് ഫിറ്റ് ചെയ്ത് നോക്കാം. ഗൈസ്, നിങ്ങളിത് കണ്ടാൽ തന്നെ അറിയാം, ഇത് 2 ഡിന്നാണ്. ഇത് നമ്മുടെ CPU-ൻ്റെ 2 സ്ലോട്ട് യൂസ് ചെയ്യും. അതാണ് ഇവിടെ ഇത്രയും വന്ന് നിൽക്കുന്നത്. അപ്പം 2 സ്ക്രൂവും വേണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതാണ് നമ്മുടെ PCIe EX1 എന്ന് പറഞ്ഞ സ്ലോട്ട്. ഇതാണ്. ഇത് ഒരെണ്ണം മൂടി നിൽക്കും ഇതിങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എക്സ്റ്റൻഡർ കോഡ് മേടിച്ചത്. നമുക്ക് എന്തായാലും ഇതിപ്പോൾ ഊരിയ സ്ഥിതിക്ക് ഇതൊന്ന് ജസ്റ്റ് ബ്രഷ് വെച്ചൊന്ന് ക്ലീൻ ചെയ്ത് വെറുതെ വിടാം. കാരണം കുറേ നാളായി തുറന്നിരിക്കുന്നതാണ്. ഗൈസ്, നമ്മുടെ എക്സ്റ്റൻഷൻ കോഡ് നമ്മൾ എടുത്തിട്ടുണ്ട്. നമുക്ക് ഇത് വെക്കേണ്ടത് ഇങ്ങനെയാണ്. ഇത് ഇവിടെ സെറ്റായിട്ടുണ്ട് ഒരെണ്ണം. അടുത്തത് ഒരെണ്ണം കൂടെ ഉണ്ട്. നമ്മൾ 2 കാർഡ് യൂസ് ചെയ്യുന്നുണ്ട്. 2 കാർഡിലും ഓരോന്നോരോന്ന് വെച്ചിട്ട് നമ്മൾ 2 എണ്ണം നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി വരുന്നത് ഇത് Asusൻ്റെ 1050ti എന്ന് പറഞ്ഞ ബോർഡാണ്. ഗ്രാഫിക്സ് കാർഡാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ സിസ്റ്റത്തിലെ ഏറ്റവും ഞാൻ എഡിറ്റ് ചെയ്യുന്ന PC ആയതുകൊണ്ട്
നമുക്ക് അത്യാവശ്യം ഗ്രാഫിക്സ് കാർഡ് പെർഫോമൻസ് ഇല്ലെങ്കിൽ നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാവും. അപ്പോൾ ഇതാണ് നമ്മുടെ ഗ്രാഫിക്സ് കാർഡ്. നമ്മളിപ്പോൾ ഊരിയെടുത്ത ഗ്രാഫിക്സ് കാർഡ് തിരിച്ച് ഫിറ്റ് ചെയ്യാണ്. അപ്പോൾ ചെറിയ കുറച്ച് സ്പേസിങ്ങിൻ്റെ ഇഷ്യൂ ഉണ്ട്, അത് സാരമില്ല, അത് മറ്റേ അതിരുന്നോളും, കുഴപ്പമില്ല. ഫസ്റ്റ് സ്ക്രൂ ഇട്ടു. സെക്കൻഡ് സ്ക്രൂ ഇട്ടു. നമ്മുടെ 2 കാർഡ് ഇനി പിടിപ്പിക്കാനുള്ള അതിൻ്റെ കണക്ടർ നമുക്ക് ഇവിടെ വന്നിട്ടുണ്ട്. അത് നമുക്ക് ഒന്നില്ലെങ്കിൽ ഈ സ്ലോട്ടിൽ അല്ലെങ്കിൽ ഈ സ്ലോട്ടിലായിട്ട് നമുക്ക് പിടിപ്പിക്കാം. ഇപ്പോൾ ഗൈസ് നമുക്കിനിയിപ്പോൾ ഈ 2 സ്ലോട്ട് പൊളിക്കേണ്ട കാര്യമുണ്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഊരിയെടുത്താൽ നമുക്കവിടെ കാർഡുകൾ സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ലാസ്റ്റത്തെ 2 പോർട്ട് ഇതിങ്ങനെ അങ്ങോട്ട് ഊരി പൊട്ടിച്ച് മാറ്റുകയാണ്. നമ്മുടെ 2 കാർഡുകൾ വെക്കാനുള്ളതാണ്. അപ്പം പൊട്ടിച്ച് മാറ്റി ഇനി ഈ ഒരെണ്ണം ഇങ്ങനെ പ്ലഗ് ചെയ്യുക. എന്നിട്ടിത് സാധാരണ പോലെ വെക്കണം എന്നാണ്. പക്ഷേ ഇവിടെ നമ്മുടെ ഈ ബോർഡിൻ്റെ നീട്ടം കൂടുതലായതുകൊണ്ട് ഇരിക്കുന്നില്ല. നമുക്കൊരു പണി ചെയ്തേ, മറ്റേ സ്പേസർ നമുക്കൊന്ന് വെച്ച് നോക്കാം നിൽക്കുമോ എന്നുള്ളത്. അത് നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കാം. കാരണം ഇതിൻ്റെ അകത്ത് ആ കൂടെ 2 3 കണക്ഷൻസേ വരാനുള്ളൂ. അപ്പം ഇതിപ്പോൾ അത്ര ഞാൻ 2 ബോർഡ് സ്റ്റാൻഡ് ഓഫ് ചെയ്യാനുള്ള 2 സ്ക്രൂ പിടിപ്പിച്ചു. എന്നിട്ട് അതിലേക്കാണ് ഫിറ്റ് ചെയ്യുന്നത്. ഇതത്ര സെക്യൂർ അല്ല, എന്നാൽ കൂടി സെക്യൂർ അല്ല ഇൻ ദ സെൻസ് ഇത് അനങ്ങാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിപ്പോൾ തൽക്കാലത്തേക്ക് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ അടിയിലത്തെ അലൂമിനിയം കഷ്ണം നമുക്ക് ജസ്റ്റ് കട്ട് ചെയ്തിട്ട് നമുക്കതിന് വേണ്ടിയിട്ട് നമുക്ക് ബോർഡ് അക്കോമഡേറ്റ് ചെയ്യാനായിട്ട് കട്ട് ചെയ്യാം. പക്ഷേ ഇതിപ്പോൾ വർക്ക് ചെയ്തില്ലെങ്കിൽ പിന്നെ വെറുതെ കട്ട് ചെയ്യണ വെറുതെ ആവുമല്ലോ. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഒന്നും ചെയ്യാത്തത്. സിസ്റ്റം ഒന്ന് ഓണാക്കി നോക്കാം. ഓക്കെ, ഓണായിട്ടുണ്ട്. ഡിവൈസ് മാനേജറിലൊന്ന് പോയി നോക്കാം. ഡിവൈസ് മാനേജർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മൾട്ടിമീഡിയ വീഡിയോ കൺട്രോളർ എന്ന് പറഞ്ഞ പുതിയ സാധനങ്ങൾ വന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ ഫിറ്റ് ചെയ്തിരുന്ന കാർഡൊക്കെ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ ഡ്രൈവറും കൂടെ ഇൻപുട്ട് ചെയ്താൽ മതി. ഗൈസ്, വെൽക്കം ബാക്ക് ടു ഡേ 2. ഇന്നലെ രാത്രി ഞാൻ കമ്പ്യൂട്ടറിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ട് കുറേ നേരമായിരുന്നു വർക്ക് ചെയ്ത് നോക്കിയായിരുന്നു. അതായത് ഓൾമോസ്റ്റ് ഒരു 1:30-2 മണി വരെ രാത്രി ഇരുന്ന് നോക്കിയായിരുന്നു. എന്നിട്ടും എനിക്കത് കണക്റ്റ് ആയില്ല. ഞാൻ എന്താണ് അതിൻ്റെ കംപ്ലയിൻ്റ് എന്ന് കാണിച്ചു തരാം. പിന്നെ അത് മാത്രമല്ല, ഈ പൊടിമണ്ണ് അടിച്ചിട്ട് തൊണ്ടവേദനയും ജലദോഷവും ഒക്കെ ആയിട്ട് ഇരിക്കുകയാണ്. അതാണ് ഇന്ന് സൗണ്ട് വ്യത്യാസം. അപ്പോൾ നമുക്കൊന്ന് ഇന്ന് എന്താണ് ചെയ്യാൻ പറ്റുക, അതെന്താണ് കംപ്ലയിൻറ്റ് എന്നുള്ളത് ഒക്കെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ സെറ്റപ്പ്. അപ്പോൾ എന്തിനാണ് ഈ പറഞ്ഞ 2 ബോർഡ് പിടിപ്പിച്ചത് എന്നുള്ളത് നിങ്ങൾക്കിപ്പോൾ സംശയം ഉണ്ടാവും. അതായത് നമ്മുടെ പഴയ മോഡൽ ക്യാമറകളൊക്കെ ഇല്ലേ, ഇങ്ങനെയുള്ള ആനലോഗ് ക്യാമറ, സോണിയുടെ അങ്ങനെയുള്ള ക്യാമറകളൊക്കെ നമുക്ക് കമ്പ്യൂട്ടറിൽ കുത്തിയിട്ട്
യൂട്യൂബിലൊക്കെ ലൈവ് വരാൻ വേണ്ടിയിട്ടുള്ള കാർഡുകളാണത്. ആ കാർഡിൻ്റെ വേറെ ഉപയോഗങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ കമ്പ്യൂട്ടർ ഇതിപ്പം അസ്യൂസിൻ്റെ റോക്ക് സ്ട്രിക്സ് എന്നുള്ളതാണ്. ഇതിൻ്റെ അൺബോക്സിങ് അടുത്ത് തന്നെ നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും. അപ്പോൾ ഈ കമ്പ്യൂട്ടറിൻ്റെ ഡിസ്പ്ലേ, അതായത് ഡിസ്പ്ലേ നമുക്ക് ഈ സിസ്റ്റത്തിലേക്ക് എടുക്കാൻ പറ്റും. അതിനും കൂടെ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ചെയ്തേക്കുന്നത്. അപ്പം എന്തെങ്കിലുമൊക്കെ ഈ പറഞ്ഞ സ്ക്രീൻ ക്യാപ്ചറും റെക്കോർഡിങ്ങൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ എന്താ പ്രശ്നം പറ്റണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഗെയിം ക്യാപ്ചർ എന്ന് പറഞ്ഞ് ഇവിടെ ഇപ്പോൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ടോ, ഗെയിം ക്യാപ്ചർ എന്ന് പറഞ്ഞ് ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നോ സിഗ്നൽ എന്നാണ് കാണിക്കുന്നത്. കണ്ടോ, ശരിക്കും അവിടെ സിഗ്നൽ കാണിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് വർക്ക് ചെയ്യുന്നില്ല. ഇന്നലത്തെ നമ്മുടെ അത്ര സമയം വേസ്റ്റായി എന്നുള്ളതാണ്. ഇപ്പോൾ ഗൈസ് ഇനിയിപ്പോൾ നമ്മൾ എന്തായാലും വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ ഈ സാധനം നമുക്ക് എന്തായാലും ഊരി മാറ്റാം. അപ്പോൾ ഗൈസ് ഗൂഗിളിൽ കയറി കുറച്ച് എന്താ പറയുക പഠിച്ചതിന് ശേഷം മനസ്സിലായതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ മദർ ബോർഡിൻ്റെ കംപ്ലീറ്റ് സ്പെസിഫിക്കേഷൻ നോക്കി. ഇത് വരുന്നത് 16X സ്ലോട്ടാണ്. PCIയുടെ 16X സ്ലോട്ടാണ്. അതായത് ഈ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം. ഇത് കണ്ടോ, കറക്റ്റായിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് കംപ്ലീറ്റ് കണക്ഷൻസും ഉണ്ട്. ഓക്കെ, ഇത് 16X ആണ്, ഇത് 1X ആണ്, ഇത് 1X ആണ്. ഇത് വരുന്നത് 4X ആണ്. 4X ആണ് വരുന്നത് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഇവിടെയൊക്കെ കണക്ഷൻസ് ഉണ്ട്. ഈ കണക്ഷൻസ് കറക്റ്റ് ഇത് ഇവിടെ വെച്ച് തീരുകയാണ്. കണ്ടോ, അടുത്ത് കാണിച്ചു തരാം. ഫോക്കസ് ആവുമെന്ന് അറിഞ്ഞൂടാ. ഇത് കണ്ടോ, ഇവിടെ വെച്ച് തീരുകയാണ്. ഇങ്ങടേക്ക് കണക്ഷൻസ് ഇല്ല. കണ്ടോ, ഈ ഉള്ളിൽ കാണുന്ന സ്ലോട്ടുകൾ ആണ് സ്ലോട്ട്, അപ്പുറത്തില്ല. അപ്പോൾ ഞാൻ എന്തായാലും തീരുമാനിച്ചതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രാഫിക്സ് കാർഡ് ഈ സ്ലോട്ടിൽ തന്നെ കുത്താം. ഓക്കെ, പിന്നെ ഈ സ്ലോട്ട് എന്തായാലും കവേർഡാണ്. ഇവിടെ നമുക്ക് വേറൊരു HD60 Pro നമുക്ക് ഇവിടെ കുത്താം ഇങ്ങനെ. ഓക്കെ, ഇതിൽ നമ്മുടെ ഈ സാധനം കുത്താം. ഇത് 1X 4Xൽ കുത്താം. അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ നമുക്കിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പോൾ നമ്മുടെ കംപ്ലീറ്റും സെറ്റായിട്ടുണ്ട്. ഇപ്പോൾ ഈ ഫാനൊക്കെ കറക്റ്റായിട്ട് കറങ്ങുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്തു. കുഴപ്പമൊന്നുമില്ല. നമുക്കിനി ഇത് വർക്ക് ചെയ്യണമെന്ന് നോക്കാം. നേരത്തെ ഊരിയ ചേസിസ് ഫാനിൻ്റെ കണക്ടർ നമുക്കൊന്നും കൂടെ പിടിപ്പിക്കാം. ഇത്രയുള്ള നമ്മുടെ സെറ്റപ്പ്. നമുക്കിനി ഇതൊന്ന് വർക്ക് ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ ഗൈസ് ഈ ഇത്രയും ചെയ്ത സെറ്റപ്പിൻ്റെ കാര്യം എന്താണെന്ന് പറഞ്ഞുതരാം. അതായത് ഇപ്പോൾ നമ്മൾ ആലോചിക്കുകയാണ്, ഇപ്പം ഞാനൊന്ന് സ്ട്രീം ചെയ്യാൻ അല്ലെങ്കിൽ ഞാനൊന്ന് ലൈവ് വരാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും 3 ഡിവൈസ് നമുക്ക് ഇതിൽ കണക്ട് ചെയ്യാൻ പറ്റും. ഇപ്പം എനിക്ക് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഡെസ്ക്ടോപ്പാണ്. ഇവിടെ എനിക്ക് എന്ത് വേണമെങ്കിലും ടൈപ്പ് ചെയ്യാൻ കാര്യങ്ങൾ റിയൽ ടൈമിൽ നിങ്ങൾക്ക് അത് കാണാൻ പറ്റും. ഇപ്പം ഞാനിവിടെ ചെയ്യുന്ന സംഭവങ്ങളെല്ലാം അതിൽ കാണാൻ പറ്റും. അതേമാതിരി ഇത് വേറൊരു ക്യാമറയാണ്. അതേമാതിരി ഇത് വേറൊരു ക്യാമറയാണ്. അത് കൂടാതെ നമ്മുടെ ലാപ്ടോപ്പിൻ്റെ വ്യൂവും നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതെല്ലാം കൂടെ വേണമെങ്കിൽ ഒന്നിച്ച് വെക്കാം. അതേമാതിരി ഇതിപ്പോൾ എനിക്ക് എന്താ പറയുക റീസൈസ് ചെയ്യാം. അതേമാതിരി എനിക്ക് എന്നിട്ട് എന്തെങ്കിലും ഇവിടെ ഞാൻ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിയൽ ടൈമിലത് കാണിക്കുകയും ചെയ്യാം. അപ്പോൾ ഇങ്ങനെയൊക്കെ കുറച്ച് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള പരിപാടി. അപ്പോൾ നമ്മുടെ ഭാവി വീഡിയോസിൽ കുറച്ച് ട്യൂട്ടോറിയലും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്താൽ കൊള്ളാൻ താല്പര്യമുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനൊരു സെറ്റപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഗൈസ് ബേസിക്കലി പറയാനാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ 2 കേബിൾ മേടിച്ചത് 250 രൂപയുടെ അടുത്തായിട്ടുണ്ട്. അലിഎക്സ്പ്രസ്സിൽ നിന്നാണ് എടുത്തത്. അപ്പം ഇത് ബേസിക്കലി നിങ്ങൾ മേടിക്കാൻ പോവുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾ എന്നേമാതിരി സ്ലോട്ടില്ലാത്ത പ്രശ്നത്തിലാണ്, അപ്പോൾ ഇതേമാതിരത്തെ ഒരു കേബിൾ മേടിച്ചാൽ നന്നായിരിക്കും എന്നൊക്കെ ആലോചിച്ചിരിക്കുന്നവർ ഇത് ട്രൈ ചെയ്യരുത് എന്നാണ് പറയുന്നത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ കണ്ടു, നമ്മുടെ 2 കാർഡ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് മേടിച്ചത്. പക്ഷേ ഇത് വർക്ക് ആവുന്നില്ല എന്നുള്ളത് കണ്ടു. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും ഈ ഡിവൈസുകളൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സർട്ടൺ പ്രോട്ടോക്കോളൊക്കെ വെച്ചിട്ടായിരിക്കും. I2C അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിലുള്ള പ്രോട്ടോക്കോളൊക്കെ വെച്ചിട്ടായിരിക്കും ഇത് വർക്ക് ചെയ്യുക. SPI അങ്ങനത്തെ പ്രോട്ടോക്കോളൊക്കെ വെച്ചിട്ടായിരിക്കും വർക്ക് ചെയ്യുന്നത്. അപ്പം ഇതിന് ഈ കേബിളിൻ്റെ ലെങ്ത്ത് ഒരു ഇഷ്യൂ ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ മിക്കവാറും വർക്ക് ചെയ്യാതിരിക്കുന്ന കേസ് അതൊക്കെ കൊണ്ടാണ്. അപ്പോൾ ഗൈസ് ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മുടെ പുതിയ സ്റ്റുഡിയോയിലെ ഫസ്റ്റ് വീഡിയോ ആയിട്ട് നമുക്കിത് കണക്കാക്കാം.
അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ബട്ടൺ അടിക്കുക. അതേമാതിരി ഫ്രണ്ട്സുമായിട്ടൊന്ന് ഷെയർ ചെയ്ത് വിടുക. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്ത് അത് ഓളിൽ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മൊബൈലിൽ ലഭിക്കുന്നതായിരിക്കും. ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഫോളോ ചെയ്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ചെയ്യുക. അതിൻ്റെ ലിങ്ക് ഇത് ഇപ്പോൾ ഇവിടെ വരും. അപ്പം അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.